ഹലോ ഹായ്. ഇന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് ചെറിയ ഏട്ടൻ്റെ വീട് പണിയാട്ടോ. അപ്പോൾ അതിൻ്റെ കുറ്റിയടിക്കലായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനെ കുറ്റിയടി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ 7 മക്കളാണ്. അതിൽ ചെറിയ ഏട്ടൻ്റെ വീടിൻ്റെ തറക്കല്ല കുറ്റി ഇറക്കിയില്ല, അതിൻ്റെ പരിപാടിയാട്ടോ. അപ്പം അങ്ങനെ കുറ്റിയടിയൊക്കെ കഴിഞ്ഞ് അടുത്ത ഞങ്ങളുടെ പരിപാടിയാണ് ചായക്കുടി. കുട്ടികളാട്ടോ, ഏട്ടൻ്റെ കുട്ടികളും അയ്യത്തി ഞാൻ ചേച്ചി വന്നിട്ടില്ല. മോനോട് ചോദിക്കുകയാണ്, രണ്ടാളാന്ന് ചോദിക്കുകയാണ്. അടിപൊളി കയറിയാണ് അവന്. ഇത് അനിയത്തിൻ്റെ മോനാണ്. അപ്പോൾ എല്ലാവരും പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുക കേട്ടോ. ഞാൻ ഫോൺ എടുക്കുകയാണ്, വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ അയ്യോ മേമാ എടുക്കല്ലേ അറിയും. കണ്ണൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ടാവും. അങ്ങനെ ചായയൊക്കെ കൂടി ഇത് അവർക്ക് കുറ്റിയടിക്കണം. അവർക്ക് ചായ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുന്നത്. അപ്പം അങ്ങനെ കുട്ടികളതാ ചായ കുടിക്കാൻ. ഓരോരുത്തർക്കോ നാണാട്ടോ ഞാൻ ഫോൺ കൊണ്ടുപോയി. ഒന്ന് കൊണ്ടുപോകുക ഫോൺ വയ്ക്കുന്നൂടെ. പക്ഷെ കിച്ചൂട്ടന്നെ ഇഷ്ടമാട്ടോ. അവൻ പറയും എടുക്കമ്മ ഈ ഫോൺ, എന്നെ ഫോട്ടോ എടുത്തോളൂ പറയും. അങ്ങനെ അപ്പം അങ്ങനെ കട്ടൻ ചായയും പൊറാട്ടയും ഇന്ന് കുട്ടികൾ കഴിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ചെറിയൊരു എങ്ങനെ എല്ലാവരും എപ്പോഴും കാണൂലല്ലോ, ഒക്കെ പഠിക്കുക അങ്ങനെയൊക്കെ അല്ലേ. എപ്പോഴെങ്കിലൊക്കെ ഓരോ പരിപാടിയൊക്കെ ആകുമ്പോഴല്ലേ ഇങ്ങനെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ സമ്മേളനം ചെയ്യണം. ഒരാളെന്താ കണ്ണും പൊത്തിയിരിക്കണു, ചേച്ചീൻ്റെ കുട്ടിയാട്ടോ. അങ്ങനെ അവരിങ്ങനെ അങ്ങനെ വീഡിയോ എടുക്കുന്ന പറ്റി ഇങ്ങനെ പറയാം. ഇത് നമ്മൾ തെങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ ആ കാമ്പോ എന്താ പറയുക അതില്ലേ, അതെയാണത്. അതൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കേട്ടോ. ഉച്ചയ്ക്ക് ചോറും കുമ്പളങ്ങക്കറിയും പയറൊക്കെ ഉണ്ട്, പപ്പടമൊക്കെ കൂട്ടി ചോറിനാണ്. ചിക്കൻ കറിയുണ്ട്, രാവിലത്തെ ചിക്കൻ കറിയുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ മോള് പറഞ്ഞു സമ്മന്തി വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചേച്ചി സമ്മന്തി അരയ്ക്കുക കേട്ടോ. അവൾക്ക് ഉള്ളി സമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ട് സമ്മന്തി അരയ്ക്കുക. നമുക്ക് കറിയൊന്നും പറ്റണില്ല. അങ്ങനെ ഉള്ളിയും പുളിങ്ങയും മുളകും ഒക്കെ ഇട്ടിട്ട് ഒരു സമ്മന്തി. അങ്ങനെ പിന്നെ ഇപ്പം എന്താ പറയുക, ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവർക്കും ഇന്ന് തന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഏട്ടൻ്റെ കുറ്റിയടിയായിട്ട് അങ്ങനെ വന്നതായിരുന്നു. പിന്നെ എനിക്ക് അധികം വോയിസൊന്നും എന്താ പറയണ്ടേ ഒന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിനൊക്കെ തെറ്റിതൊക്കെ ഉണ്ടായിരിക്കും. ശബ്ദത്തിനൊക്കെ ക്ഷമിക്കുക അങ്ങോട്ട്. പിന്നെ അങ്ങനെതാ ചേച്ചി അങ്ങനെ നീട്ടിരയ്ക്കണം. ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്.